ഹായ് ഓൾ. ഇന്ന് നമ്മൾ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഷോർട്ടായിട്ട് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം ടൈപ്പ് തിയറി എന്താണെന്ന് നോക്കാം. ടൈപ്പ് തിയറിയിൽ തന്നെ പല ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ബോഡി ടൈപ്പ് തിയറി. വില്യം ഷെൽഡൻ ആണ് ഇത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. വില്യം ഷെൽഡൻസ് Soma type theory, also known as body type theory or theory based on body type, classified people into three major groups based on their outer appearance. ഒരു വ്യക്തിയുടെ അപ്പിയറൻസ്, ബോഡി ഷേപ്പ് ഒക്കെ എങ്ങനെയാണോ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ പേഴ്സണാലിറ്റിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തിയറിയാണ് ഈ ബോഡി ടൈപ്പ് തിയറി. സ്ലിം ആണോ, ഫാറ്റ് ആണോ, അതോ മീഡിയം ആണോ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ ഉള്ള ഒരു തിയറി. അതിൽ മൂന്നായിട്ടാണ് ഒരു മനുഷ്യൻ്റെ ബോഡിയെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് എൻഡോമോർഫിക്, അതായത് ഫാറ്റ് ബോഡി. അപ്പം ഫാറ്റ് ബോഡി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഔട്ട് ഗോയിങ്, മോർ റിലാക്സ്ഡ് പേഴ്സണാലിറ്റി, വാം, ഫ്രണ്ട്ലി ആൻഡ് പ്രാക്ടിക്കൽ. അങ്ങനെയാണ് ഫാറ്റ് ബോഡി ഉള്ളവരെ കണക്കാക്കുന്നത്. അവരുടെ പേഴ്സണാലിറ്റി വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, പ്രാക്ടിക്കൽ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എക്ടോമോർഫിക്, നാരോ ആൻഡ് സ്ലിം ബോഡി. അങ്ങനെയുള്ളവർ ക്വയറ്റ് ആയിരിക്കും, ഡെലിക്കേറ്റ് ആണ്, ഇൻട്രോസ്പെക്റ്റീവ് ആണ്, ക്രിയേറ്റീവ് ആൻഡ് സെൻസിറ്റീവ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് മെസോമോർഫിക്, അതായത് ബിറ്റ്വീൻ ഫാറ്റ് ആൻഡ് സ്ലിം ബോഡി. അതായത് നമുക്ക് ഫിറ്റ് ബോഡി, ഐഡിയൽ ബോഡി എന്ന് വിളിക്കാം. അങ്ങനെയുള്ളവർ മോർ ആക്റ്റീവ് ആയിരിക്കും, അഗ്രസീവ്, കോൺഫിഡൻറ്റ്, അസേർട്ടീവ് ആൻഡ് അഡ്വഞ്ചറസ്. സോ ഇങ്ങനെയാണ് ടൈപ്പ് തിയറിയുടെ ഫസ്റ്റ് ഭാഗമായ ബോഡി ടൈപ്പ് തിയറിയിൽ പറയുന്നത്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെയാണ് ടൈപ്പ് എ ഓർ ടൈപ്പ് ബി, അല്ലെങ്കിൽ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി തിയറി. ദ തിയറി ഡിസ്ക്രൈബ്സ് ടു കോൺട്രാസ്റ്റിംഗ് പേഴ്സണാലിറ്റി type which are based broadly on anxiety and stress levels. ഒരു വ്യക്തിയുടെ ആൻസിയറ്റി, സ്ട്രെസ്സിൻ്റെ ആ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ട് പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാൻ ഉള്ള തിയറിയാണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എ, അതിൽ പറയുന്നത് കോൺസ്റ്റൻ്റ്ലി വർക്ക് ഫോർവേഡ് ടു അച്ചീവ് ഡിഫിക്കൽട്ട് ഗോൾസ്. ഇവിടെ നമ്മളൊരു വ്യക്തിയെ വെച്ചിട്ട് വേണം ഈ തിയറിയൊക്കെ മനസ്സിലാക്കാൻ, കാരണം പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാനുള്ളതായതുകൊണ്ട്. സോ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ളവരിൽ ഉള്ള പ്രത്യേകത എന്തൊക്കെയാണ്? അവർ കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യും അവരുടെ ഗോൾസ്, ഡിഫിക്കൽട്ട് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അവരെപ്പോഴും പ്രഷർ ഓഫ് ടൈം ഫീൽ ചെയ്യുന്നവരായിരിക്കും, ഭയങ്കര പ്രഷർ അടിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഹൈലി കോമ്പറ്റിറ്റീവ് ആണ്. അതുപോലെ അവർ ഫെയിലിയറിനെ ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഫെയിലിയറിനോട് ഹെയ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം വർക്ക് ഹാർഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫെയിലർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അവർക്ക് ദേ ആർ പ്രോൺ ടു ഹേർട്ട് അറ്റാക്സ്, അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ എപ്പോഴും പ്രഷർ അടിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട്. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. ദേ വർക്ക് സ്റ്റെഡ്ലി, എൻജോയിങ് അച്ചീവ്മെൻറ്റ്സ് ബട്ട് നോട്ട് ബിക്കമിങ് സ്ട്രെസ്ഡ് വെൻ ദേ ആർ നോട്ട് അച്ചീവ്ഡ്. ഒരു ഗോൾ അച്ചീവ് ചെയ്തില്ല എന്ന് വെച്ച് അവർ ഭയങ്കര വിഷമിക്കൊന്നുമില്ല. അഥവാ അച്ചീവ് ചെയ്താൽ അവരതിൽ ഹാപ്പി ആയിരിക്കും. സ്ട്രെസ് ഫ്രീ ആണ്. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുമ്പോൾ അവർ തോൽവിയെ ഭയക്കുന്നില്ല. മറ്റേ ടൈപ്പ് എയിൽ ഫെയിലറിനെ ഹെയ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ടൈപ്പ് ബിയിൽ അവർ ഫെയിലറിനെ വെൽക്കം ചെയ്യും. ഫെയിലായി എന്ന് വെച്ച് അവരതിൽ വിഷമിച്ച് ഇരിക്കുകയൊന്നുമില്ല. ദേ ആർ ഓൾവേസ് പോസിറ്റീവ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കാൾ ജുങ്സ് ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ തിയറിയാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് പീപ്പിൾ, ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സ്. ആ ഒരു മനുഷ്യരുടെ മറ്റുള്ളവരോട് പെരുമാറുന്ന, അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ അവർ സൊസൈറ്റിയുടെ മുൻപിൽ എങ്ങനെയാണോ അതിൻ്റെ നമുക്ക് ഇൻട്രോവേർട്സ് എക്സ്ട്രോവേർട്സ് എന്ന് വിളിക്കില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തിയറിയാണ് ഈ കാൾ ജുങ്ങിൻ്റെ ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ തിയറി. അപ്പോൾ അതിൽ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി പറയുന്നത് അവർ ഐസൊലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനി ഓഫ് ഫ്യൂ പീപ്പിൾ, അവരുടെ കംഫർട്ട് സോണിലുള്ളവരുമായിട്ടേ അവർ കമ്പനി ആവുള്ളൂ. സോഷ്യലൈസ് ആവില്ല പെട്ടെന്നൊന്നും. മോർ പ്രോൺ ടു തിങ്കിങ്, ഒരുപാട് സമയം ഇങ്ങനെ ചിന്തിച്ച് അവർ കളയും. അവരുടെ
എന്താ പറയുക, കീൻ ഇൻട്രസ്റ്റ് ഇൻ ദെയർ ഓൺ കോൺഷ്യസ്നെസ്. അവരിലേക്കാണ് കൂടുതലായിട്ട് സമയം കണ്ടെത്തുക. സോഷ്യലൈസ് ആവുക എന്നതിലുപരി അവരിലേക്ക് തിരിയാനാണ് സമയം കണ്ടെത്തുക. പിന്നെ അവർ മോർ ഫോർമൽ ആയിരിക്കും, ഐഡിയലിസ്റ്റിക് ആയിരിക്കും, ലെസ് സോഷ്യൽ, ഷൈ, അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ. എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവർ സോഷ്യലായിരിക്കും, പിന്നെന്താ പ്രാക്ടിക്കലാണ്, അഫെക്ഷനേറ്റ് ആണ്, ഗുഡ് കോൺവെർസേഷണലിസ്റ്റ് ആണ്. അവരിങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. കാരണം അവർ ലൈവ്ലിയാണ്, ആക്റ്റീവാണ്. പിന്നെ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി ഉള്ളവരിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ ഹൈ ആയിരിക്കും. പിന്നെ അവർ പ്രസൻറ്റിൽ ലീവ് ചെയ്യും. ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി പാസ്റ്റിൽ തന്നെ ഇരിക്കുന്നവരല്ല, അവർ പ്രസൻറ്റിലാണ് ലീവ് ചെയ്യുക. ഇനി അടുത്ത, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ടൈപ്പ് തിയറിയാണ്. പേഴ്സണാലിറ്റിയിലെ ഫസ്റ്റ് ടൈപ്പാണ് ടൈപ്പ് തിയറി. അതിൽ തന്നെ 3 വിഭാഗങ്ങളൊക്കെ ഉണ്ട്, അതാണ് പറഞ്ഞു പോയത്. ഇത് ട്രെയ്റ്റ് തിയറി, പേഴ്സണാലിറ്റിയുടെ മറ്റൊരു തിയറിയാണ്. ട്രെയ്റ്റ്സ് ഈസ് ആൻ എൻഡ്യൂറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ ഇൻ വിച്ച് ഹി ഓർ ഷീ ഡിഫേഴ്സ് ഫ്രം അനദർ. അതൊരു ഇന്നേറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ബൈ ബർത്തിലെ ഉണ്ടാവുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ ട്രെയ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതിൽ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. ഇതെന്താ കാണിക്കുക? റിഫ്ലെക്ട്സ് എ പേഴ്സൺസ് ഇൻട്രസ്റ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ദേ ആർ ക്രിയേറ്റീവ്, ഫ്ലെക്സിബിൾ ആൻഡ് ക്യൂരിയസ്. ദേ ആർ ലെസ് റിസെപ്റ്റീവ് ടു ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയാസിനെയൊക്കെ എപ്പോഴും വെൽക്കം ചെയ്യും, ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യും. അവർ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അതായത് ചേഞ്ചസിന് ഒത്ത് പോകുന്നവരായിരിക്കും. രണ്ടാമത്തെയാണ് കോൺഷ്യൻഷ്യസ്നെസ്. ഇതിൽ മെഷർ ഓഫ് റിലയബിലിറ്റി ആണ് പറയുന്നത്. റെഫേഴ്സ് ടു പീപ്പിൾ ഹു ആർ ഡിപ്പെൻഡബിൾ, റെസ്പോൺസിബിൾ, ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക്. അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ഓർഗനൈസ്ഡ്, സിസ്റ്റമാറ്റിക് ആയിരിക്കും. മൂന്നാമത് എക്സ്ട്രോവേർഷനാണ്. കംഫർട്ട് ലെവൽ വിത്ത് റിലേഷൻഷിപ്സ്. അവർ സോഷ്യലൈസ് ആവാനൊന്നും ഒരു മടിയില്ലാത്തവരായിരിക്കും, ആക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മറ്റുള്ളവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും, വളരെ ലൈവ്ലി ആയിരിക്കും, മോർ സോഷ്യൽ, അതാണ് ഉദ്ദേശിക്കുക. പിന്നെ എഗ്രിയബിൾനെസ്, എബിലിറ്റി ടു ഗെറ്റ് അലോങ് വിത്ത് അതേഴ്സ്. ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർക്ക് ഉള്ളൊരു ക്വാളിറ്റിയാണ് എഗ്രിയബിൾനെസ്, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു സ്വഭാവം. ദേ ആർ കോപ്പറേറ്റീവ്, എംപത്തറ്റിക് ആൻഡ് കെയറിങ്. ഇങ്ങനെ എഗ്രിയബിൾ ആയിട്ടുള്ളവർ സിമ്പതി എന്നതിലുപരി അവർ എംപത്തറ്റിക് ആയിരിക്കും. പിന്നെ ന്യൂറോട്ടിസിസം, ഇമോഷണൽ സ്റ്റെബിലിറ്റി, എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്. ദേ ആർ കാം, കോൺഫിഡൻറ്റ് ആൻഡ് സെക്യൂർ. വളരെ പ്രഷർ അടിച്ചിരുന്ന് വർക്ക് ചെയ്യാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട്, കാമായിട്ട്, എന്നാൽ കോൺഫിഡൻറ്റോടെ കാര്യങ്ങൾ ചെയ്യുന്നവർ. അങ്ങനെ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ് ഉള്ളത്. ഇനിയുള്ള തിയറിയാണ് സൈക്കോ അനലറ്റിക്കൽ തിയറി. നമ്മുടെ കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്നെസ്, അതിനെയൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് നിൽക്കും. ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോർ ബൈ അൺസീൻ ഫോഴ്സസ് ദാൻ കോൺഷ്യസ് ആൻഡ് റാഷണൽ തോട്ട്സ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ അതായത് അൺസീൻ ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ. റാഷണൽ തോട്ട്സ് എന്നതിലുപരി അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് സൈക്കോ അനലറ്റിക്കലിൽ ഉദ്ദേശിക്കുന്നത്. ദിസ് അൺകോൺഷ്യസ് ഫ്രെയിംവർക്ക് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 എലമെൻറ്റ്സ്: ഇദ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. നമ്മുടെ മനസ്സിൻ്റെ കുറച്ച് തലങ്ങളാണിത്, ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇദ് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ആണ്, നമ്മൾ ഉണ്ടാകുമ്പോഴേ, അതായത് ബൈ ബർത്ത് നമ്മളിലുള്ള ഒരു കാര്യമാണ് ഈ ഇതെന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് സൈക്കിക് എനർജി, റെപ്രസെൻറ്റ്സ് അവർ ഇൻസ്റ്റിങ്ച്വൽ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. നമ്മുടെ നീഡ്സിനെയും ഡിസയേഴ്സിനും, നമ്മളിൽ നീഡ്സും ഡിസയേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തലത്തിനെയാണ് ഇതെന്ന് പറയുക. അത് പ്ലഷർ പ്രിൻസിപ്പിളാണ് ഈ ഒരു ഇതിനെ റൂൾ ചെയ്യുന്നത്. അതായത് നമുക്ക് സന്തോഷം കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ തേടി പോവുമല്ലോ, ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അതിനെ നമുക്ക് ഇതെന്ന് വിളിക്കാം. ആ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ ഇതാണ്. പിന്നെ ഉള്ളത് ഈഗോ, കോൺഷ്യസ് പാർട്ട് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി അസോസിയേറ്റഡ് വിത്ത് റിയാലിറ്റി. റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ട്
ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ പാർട്ട്, അതിനെയാണ് ഈഗോ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുക. എൻഷുറിങ് സർവൈവൽ ആൻഡ് സോഷ്യൽ അക്സെപ്റ്റൻസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ. പ്രസൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് റിയാലിറ്റി പ്രിൻസിപ്പിളാണ് ഇതിനെ റൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലുള്ളതാണ് ഈഗോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെ ആ ഒരു പ്രസൻറ്റിൽ ഉള്ള കാര്യം, അത് കോൺഷ്യസ് പാർട്ടാണ്. അടുത്തത് സൂപ്പർ ഈഗോയാണ്. റെപ്രസെൻറ്റ് സിസ്റ്റംസ് ഓഫ് വാല്യൂസ്, നോംസ് ആൻഡ് എത്തിക്സ് ദാറ്റ് ഗൈഡ് ആൻഡ് ഗവേൺ എ പേഴ്സൺ ടു ബിഹേവ് പ്രോപ്പർലി ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നമ്മളോട്, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറിയാൽ സൊസൈറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ആ ഒരു ചിന്ത, നമ്മളിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കുന്നതിനെ സൂപ്പർ ഈഗോ എന്ന് നമുക്ക് വിളിക്കാം. ഓപ്പറേറ്റ്സ് ഓൺ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് ശരി, എങ്ങനെ പെരുമാറിയാലാണ് അക്സെപ്റ്റൻസ് കിട്ടുക, എങ്ങനെ പെരുമാറാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചില നോംസ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ കിടക്കുന്നുണ്ട്. അതിനെയാണ് സൂപ്പർ ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മൊറാലിറ്റി പ്രിൻസിപ്പിളാണ് അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് നിൽക്കുക. അടുത്തത് എറിക്സൺസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ്. 8 സ്റ്റേജസ് ആണ് ഇവിടെ എറിക്സൺ എന്ന വ്യക്തി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഇതിലൂടെ കണക്കാക്കാൻ പറ്റും. ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ്റെ 8 സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി, അതിനെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തേത് ഇൻഫൻസി ആണ്. ആ ഒരു സ്റ്റേജിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന ആ ഒരു പാർട്ടിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോവുക. ഇൻഫൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ, ആ ഒരു ചിന്ത വരും ആണ് പറയുക. പിന്നെ ടോഡ്ലർ ആകുമ്പോൾ, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോണമി വേഴ്സസ് ഷെയിം എന്ന തലം നമ്മളിലേക്ക് വരുന്നു. പ്രീ സ്കൂൾ ഏജ് ആണ് മൂന്നാമത്തെ സ്റ്റേജ്. അവിടെ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. പുതിയ കാര്യങ്ങളെ ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹവും വരും, എന്നാൽ തെറ്റുമ്പോൾ ഒരു കുറ്റബോധവും വരും. അതിനാണ് ഗിൽറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പിന്നെ സ്കൂൾ ഏജ് 4th സ്റ്റേജ് ആണ്. ഇവിടെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി കടന്നു വരുന്നു. പിന്നെ 5th സ്റ്റേജിൽ അഡോളസെൻസ്, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഞാൻ ആരാണ്, എന്നെ കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെ ഒരു റോൾ കോൺഫ്ലിക്റ്റ് കടന്നു വരും. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ടൈം എടുക്കും ഈ അഡോളസെൻറ്റ് ഏജിൽ. പിന്നെ യങ് അഡൽട്ട്ഹുഡാണ് വരിക. ഇവിടെ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും, അതേസമയം നമ്മൾ ഐസൊലേറ്റഡ് ആവാനുള്ള ചാൻസസും കൂടുതലായിട്ട് വരുന്നു. പിന്നെ മിഡിൽ ഏജ് ആണ് വരിക. ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ. 8th സ്റ്റേജിൽ ഓൾഡർ അഡൽട്ട്ഹുഡ്, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ഓക്കെ, അപ്പോൾ ഇത് പലർക്കും പല രീതിയിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ജസ്റ്റ് പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. 8 സ്റ്റേജസ്, ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ 8 സ്റ്റേജസ് ആണ് ഇവിടെ എറിക്സൺ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് ക്രിസ് അർഗിറിസിൻ്റെ മെച്യൂരിറ്റി തിയറിയാണ്. ഒരു വ്യക്തിയിൽ ഉള്ള മെച്യൂരിറ്റി ലെവൽസിൻ്റെ അടിസ്ഥാനത്തിൽ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാൻ പറ്റും. അതും ഇതുപോലെ പല മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസിന് പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ജസ്റ്റ് പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇമ്മച്യൂരിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് വിത്തിൻ എ പേഴ്സൺ എന്ന് പറയുന്നതും മെച്യൂരിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് വിത്തിൻ എ പേഴ്സൺ, ഇത് രണ്ടുമാണ് ഇവിടെ കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇമ്മച്യൂരിറ്റി പാസിവിറ്റി ആണെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ ആക്ടിവിറ്റി എന്നതിലായിരിക്കും കൂടുതൽ ഫോക്കസ്ഡ്. ഇമ്മച്യൂരിറ്റി ലെവൽ ഡിപ്പെൻഡൻസ് ആണെങ്കിൽ മെച്യൂരിറ്റി ലെവൽ ഇൻഡിപെൻഡൻസ് എന്നതായിരിക്കും. ഇമ്മച്യൂരിറ്റിയിൽ ഫ്യൂ വേസ് ഓഫ് ബിഹേവിങ് ആണെങ്കിൽ മെച്യൂരിറ്റിയിൽ ഡൈവേഴ്സ് ബിഹേവിങ് അല്ലെങ്കിൽ ബിഹേവിയർ ഉള്ളവരായിരിക്കും. ഇമ്മച്യൂർ പേഴ്സണാലിറ്റി ഉള്ളവർ ഷാലോ ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും അവർക്ക് ഇൻട്രസ്റ്റ് വളരെ പൊതുവെ കുറവായിരിക്കും. പക്ഷെ മെച്യൂർ ആയിട്ടുള്ളവർ ഡീപ്പ് ഇൻട്രസ്റ്റ് ആയിരിക്കും പുതിയ കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇമ്മച്യൂരിറ്റി ഷോർട്ട് ടൈം പേഴ്സ്പെക്റ്റീവാണ്, മെച്യൂരിറ്റി ലോങ് ടൈം പേഴ്സ്പെക്റ്റീവാണ്. ഇമ്മച്യൂരിറ്റി സബോർഡിനേറ്റ് പൊസിഷൻ,
ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് ആണെങ്കിൽ മെച്യൂരിറ്റി സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ ആണ്. സെൽഫ് അവെയർനെസ് ലെവൽ ഹൈ ആണ്. സെൽഫ് കൺട്രോളും കൂടുതലായിട്ട് നിൽക്കും. സോ ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ജസ്റ്റ് പോയിൻറ്റ്സ് ഓർത്തിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്തത് കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പിന്നെ മനസ്സിലാവാനും ചാൻസ് കുറവാണ്. അതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ ഇത്രയാണ് പേഴ്സണാലിറ്റി തിയറീസ്. അപ്പം ഏകദേശം ഒരു ഓവറോൾ പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു സമ്മപ്പ് ആയിരുന്നു ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.